ഞാൻ ലെഫ്റ്റാണ്, ഞാൻ റൈറ്റ് അല്ല, ഞാൻ നെഹ്റുവിയൻ ലെഫ്റ്റാണ്. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായിട്ട് ശ്രീ വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. സാധാരണ രീതിയിൽ ഒരു സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട എം.എൽ.എമാരും ആ എം.എൽ.എമാരുടെ പാർട്ടിയും ചേർന്നിട്ടാണ് ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാറ്. പക്ഷേ അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പൊതുസമൂഹം ആവശ്യപ്പെട്ടനുസരിച്ചിട്ട് ഒരു മുഖ്യമന്ത്രി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിനുള്ള ഭാഗ്യം ശ്രീ വി.ഡി. സതീശന് ലഭിച്ചിരിക്കുകയാണ്. എന്താണ് അദ്ദേഹത്തെ ഇത്രമേൽ ജനം ഇഷ്ടപ്പെടാൻ കാരണം? അദ്ദേഹത്തിന്റെ നിലപാടുകളാണോ? പിണറായി വിജയനും വി.ഡി. സതീശനും ഒക്കെ കുറച്ചാളുകൂടി ഉണ്ടാവുള്ളൂ, പിന്നെ ഓർമ്മ മാത്രമാവും. പക്ഷെ കേരളം അപ്പോഴും ഉണ്ടാവും. കേരളത്തിന്റെ വികസനത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളാണോ? What are the biggest administrative and financial challenges according to you? UDF has a plan. For example, we have seaside, Arabian Sea, 600 kilometers. We have 2 international seaports and 1 container terminal and 17 mini ports. We have a plan for a coastal shipping. First, logistics. Second, cruise shipping. Third, we will integrate all the backwater rivers, these projects. Then our dream is that make Kerala into a port city. സ്റ്റേറ്റിനെ കുറിച്ചും അവിടുത്തെ ജനങ്ങളെ കുറിച്ചുമുള്ള വ്യക്തമായ ബോധമാണോ? നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടി ചെറുത്തുനിൽപ്പിന്റെ പ്രതിരോധം. നമ്മൾ തോളോട് തോളൊരുമി നിൽക്കുക. ഒരു കളിക്കും കൂടെ വരണ്ടെന്ന് പറയാം. ഒരു കളിക്കും ഒരു രാഷ്ട്രീയക്കാരനും വരണ്ട, ഒരു മതമേധാവിയും വരണ്ട. എന്തു തന്നെയായാലും പറഞ്ഞ വാക്കുകൾ പാലിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ, അദ്ദേഹത്തിന്റെ മന്ത്രിസഭയ്ക്കും സാധിക്കട്ടെ. കാരണം ജനങ്ങളേറെ പ്രതീക്ഷയിലാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവന്റെ കണ്ണീരൊപ്പാൻ, അവന്റെ സങ്കടങ്ങൾ മാറ്റാൻ നമ്മൾ നടത്തുന്ന കഠിനാധ്വാനമാകണം രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും. കണ്ണേ കരളെ VDSA മേൽക്കമ്മിറ്റിയെ തിരുത്തി കേവല മുദ്രാവാക്യം ഫോർ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ. കാലത്തിന്റെ കാഹളമാണ്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ, ഒറ്റയാൻ ഒരുത്തനെയും കൂസാത്തവൻ, ആ ചെങ്കൊടി പാർട്ടി ഒന്നടങ്കം നോക്കിയിട്ട് തൊലിപ്പുറത്തേശിയില്ല. പിന്നെയാണോ 4 വർഗീയ വാക്കിലെ വെള്ളാപ്പള്ളി? അയാൾ പറയുന്ന നാളെ പറ്റിയാണെങ്കിൽ, നാളെയുടെ സ്വപ്നങ്ങളാണെങ്കിൽ, ആ വർഗീയ സിൽക്കാരങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ പറ്റിയാണ് ആശങ്കയെങ്കിൽ ഒരു ഫ്യൂഡൽ കമ്മ്യൂണൽ തമ്മാടിയുമായിട്ട് രോമത്തിൽ തൊടില്ല. പോലീസും വേണ്ട, കാവൽക്കേടും വേണ്ട, ഏഞ്ചൽ ഗാർഡിന് അയാളുടെ കാവൽ മാലാകെ നാടിന്റെ മനസാക്ഷി.